Praise be to Jesus Christ and blessed Virgin Mary. Welcome back to Catholic Vagabi. And Ashik Joy. As usual, let us begin with a prayer. Pater Noster, Quies in Celis, Sanctificetur Nomen Tuum, Advenia Regnum Tuum, Fiat Voluntas Tua, Sigiut in Celo et in Terra, Panem Nostrum Quotidianum, De Nobis Hodie, et Dimite Nobis Debita Nostra, Sicut et nos dimitemus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ദി ഡോഗ്മ ഓഫ് പെർഗട്ടറിയിലെ മറ്റൊരു സംഭവ കഥയുമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് വിശുദ്ധ ബ്രിഡ്ജറ്റിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. വിശുദ്ധ ബ്രിഡ്ജറ്റിന് ഈശോ ശുദ്ധീകരണ സ്ഥലം കാണിച്ചു കൊടുത്തു. ഈ ശുദ്ധീകരണ സ്ഥലം കണ്ടപ്പോൾ ആ ശുദ്ധീകരണ സ്ഥലത്ത് ഒരുപാട് പേരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടി അവിടെ വെച്ച് വിശുദ്ധ ബ്രിഡ്ജറ്റിനോട് തൻ്റെ ജീവിതം വിവരിക്കുകയാണ്, ഞാൻ എന്തുകൊണ്ട് ഇവിടെ എത്തിയെന്നുള്ളത്. ഇത് ഒരുപക്ഷെ നമുക്ക് ഓരോരുത്തർക്കുമുള്ള പാഠങ്ങളായിരിക്കാം. അപ്പോൾ ഇപ്രകാരമാണ്, ഈ പെൺകുട്ടി വളരെ ഹൈ സ്റ്റാൻഡേർഡുള്ള ഒരു കുടുംബത്തിൽ, നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അവിടെ ലൈഫ് മുഴുവനും, അതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡുള്ള കുടുംബത്തിലായതുകൊണ്ട് തന്നെ ലക്ഷറസ് ആയിട്ടുള്ള ലൈഫായിരുന്നു അവളുടേത്. അടിച്ച് പൊളിച്ച്, അതായത് ദൈവത്തെ മറന്നുള്ള എല്ലാം എന്ന് നമുക്ക് ചുരുങ്ങിയ വാക്കിൽ പറയാം. ദൈവത്തെ മറന്നുകൊണ്ട് പാർട്ടികൾക്കും സിനിമയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനെ ടൂറുകളും എല്ലാം ദൈവത്തെ മറന്നുകൊണ്ട് പോകുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ ഇവൾ ശുദ്ധീകരണ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവൾ പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ നരകത്തിൽ പോകേണ്ട വ്യക്തിയായിരുന്നു, പക്ഷേ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ആത്മാർത്ഥമായി അനുദപിക്കാൻ ദൈവം കൃപ തന്നതിനാൽ ഞാനിതാ ശുദ്ധീകരണ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വെച്ച് ഞാൻ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അത്രയും കാലം ജീവിച്ചതിന് പരിഹാരം ഒന്നും ഈ കുട്ടി ചെയ്തിട്ടില്ല, അപ്പോഴേക്കും മരിച്ചുപോയി. എന്നാൽ ഇവിടെ വെച്ച് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവൾ പറയണത്, എൻ്റെ അമ്മയാണ് ഇതിനെല്ലാം കാരണം. എൻ്റെ അമ്മ ഈ ലോകത്തിൽ ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളോട്ട് ഞാൻ മുഴുകുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞില്ല എന്ന് ഈ പെൺകുട്ടി പറയുകയാണ്. എന്നിട്ട് അവൾ പറയുന്നു, ഇതാ എൻ്റെ ശിരസ് നോക്കൂ, ഞാൻ എത്രയോ ആരാധിച്ചിരുന്ന എൻ്റെ ഈ ശിരസ് ഇപ്പോൾ അകത്തും പുറത്തും തീ കൊണ്ടിങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ് ശുദ്ധീകരണ സ്ഥലത്ത്. ഇതാ എൻ്റെ ഷോൾഡേഴ്സ് നോക്കൂ, എൻ്റെ കരങ്ങൾ നോക്കൂ, ഞാൻ എത്രയോ സ്നേഹത്തോടെ കണ്ടിട്ടുള്ള എൻ്റെ ഷോൾഡേഴ്സും ഈ കരങ്ങളൊക്കെ ഇതാ റെഡ് ഹോട്ട് അയൺ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പാദങ്ങൾ പാമ്പുകൾ വന്ന് കൂർത്ത പല്ലുകളാൽ കൊത്തി വലിക്കുകയാണ്. എന്നിട്ട് അവയുടെ വൃത്തികെട്ട ലിക്വിഡ് കൊണ്ട് അത് മലിനമാക്കുകയാണ്. ഞാൻ ഒത്തിരി ആഭരണപ്രിയമായിരുന്നു, അതുപോലെ തന്നെ മറ്റു പല സംഭവങ്ങൾ കൊണ്ട് ശരീരത്തെ അലങ്കരിക്കുമായിരുന്നു. ഇതെല്ലാം ഇവിടെ അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഇവൾ പറയുന്നത്, എൻ്റെ അമ്മേ നിങ്ങളാണ് എന്നെ എൻകറേജ് ചെയ്തത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ, ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ. പല മാതാപിതാക്കളുണ്ട് മക്കളെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലോട്ട് അയക്കണത് തന്നെ എക്സിബിഷന് വേണ്ടിയിട്ടാണ്. അത് കുഞ്ഞു പിള്ളേരാണെങ്കിലും അത് മുതിർന്ന പിള്ളേരാണെങ്കിലും നമ്മൾ എന്തൊക്കെ എക്സ്പോസ് ചെയ്യുന്നോ ഇതെല്ലാം ശുദ്ധീകരണത്തെ വെച്ച് വേദന അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് മറ്റുള്ളവർക്ക് പ്രലോഭനവും ദുഷ്പ്രേരണമൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള മാന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ. എന്നിട്ട് ഇവൾ പറയുകയാണ്, അമ്മേ നിങ്ങളാണ് എന്നെ പാർട്ടിക്ക് കൊണ്ടുപോയത്, നിങ്ങളാണ് എന്നെ സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോയത്, നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലെല്ലാം മുഴുകാൻ എനിക്ക് പെർമിഷൻ തന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാം നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ഒന്നും പാപത്തിലോട്ട് നമ്മളെ നയിക്കരുത് എന്നുള്ളതാണ്. ഇപ്പോൾ സിനിമ കാണരുതെന്ന് പറയാൻ പറ്റത്തില്ല, സിനിമ അതിനാൽ തന്നെ തെറ്റല്ല, പക്ഷേ നല്ല സിനിമകൾ മാത്രം കാണുക. അതായത് വിശുദ്ധ ജോൺ ബോസ്കോ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തും ചെയ്യാം, പക്ഷേ പാപം ചെയ്യരുത്. നമ്മുടെ ആത്മാവ് വിശുദ്ധിയിലായിരിക്കണം. നമുക്ക് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവാം, പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് പാപത്തിലോട്ട് നയിക്കുന്നതാണെങ്കിൽ നമ്മൾ നോ പറയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് ഈ അമ്മയ്ക്ക് എന്തായിരിക്കും മരണശേഷം സംഭവിക്കാൻ പോണത്? ഈ പെൺകുട്ടിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സ്വന്തം മക്കളെ വിശുദ്ധിയിൽ വളർത്താത്ത മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഞായറാഴ്ച കാറ്റഗീസത്തിന് വിടാതെ എൻട്രൻസിനും മറ്റു കാര്യങ്ങൾക്കും മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഞായറാഴ്ച ദിവസം കർത്താവിനുള്ളതാണ്, അത് കർത്താവിന് പൂർണ്ണമായിട്ടും നമ്മൾ കൊടുത്തേക്കാം. അങ്ങനെ ആകെ 54 ഞായറാഴ്ച അല്ലേ ഒരു വർഷമുള്ളൂ. ഈ 54 ഞായറാഴ്ച 365 ദിവസത്തിൽ 54 ഡേയ്സ് നമുക്ക് കർത്താവിന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് യോഗ്യതയുണ്ട് സ്വർഗത്തിൽ കർത്താവ് എന്നെയും കൊണ്ട് പോകണമെന്ന് പറയാം? അപ്പോൾ കർത്താവ് ചോദിക്കുന്നു,
ഏഴ് 7 ദിവസങ്ങളിൽ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് എനിക്ക് തരാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് പറയാൻ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞിലേ മക്കളെ വിശുദ്ധിയിൽ വളർത്താൻ അവിടെ പഠിപ്പിച്ചാലേ അവർ വലുതാകുമ്പോൾ ഈശോയിൽ ഉറച്ചു നിൽക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ വളർന്ന് വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ നന്നാക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഒത്തിരി സഹിക്കേണ്ടി വരും. ഓസ്ട്രേലിയ മരിയസിമ്മ കണ്ടൊരു ദർശനം, ഒരു അമ്മ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് വരികയാണ് പ്രയർ റിക്വസ്റ്റുമായിട്ട്. ചോദിച്ചപ്പം പറഞ്ഞു 72 കുർബാനകൾ സംതിങ് അർപ്പിക്കണം. എന്തിനാ ചേച്ചി ഇത്രയും കുർബാന? അത് ഞാൻ എൻ്റെ മക്കളെ പരിശുദ്ധ കുർബാനയുടെ മഹത്വം, ബലിയുടെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് എൻ്റെ മക്കളിപ്പോൾ തേരാപ്പാര നടക്കുകയാണ്. ഇതെല്ലാം എൻ്റെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത്. ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ മക്കളോട് പറയണം എനിക്ക് വേണ്ടി 72 കുർബാന അർപ്പിക്കാൻ, എന്നാലേ എനിക്ക് കയറിപ്പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പിള്ളേരോട് മരിയാസിമ പറഞ്ഞു, നിങ്ങളുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ 72 കുർബാന നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി അർപ്പിക്കണം. അവർ പറഞ്ഞ കാശ് തരാം. കാശ് തന്നാൽ പോരാ, നിങ്ങൾ ആ കുർബാനയിൽ പങ്കെടുക്കണം. അങ്ങനെ 72 കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം പിന്നീട് ഒരു കുർബാനകൾ അവർ മുടക്കിയിട്ടില്ല. അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാൻ ഓർക്കുന്നു എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത്, അവരെ മക്കളോട് അവർ നിങ്ങൾ ഡോക്ടറാവണമെന്നോ നേഴ്സാവണമെന്നോ ടീച്ചറാവണമെന്നോ ഒന്നും പറയാറില്ല. ആകെ പറയുന്ന കാര്യം ഒരു വിശുദ്ധനും ഒരു വിശുദ്ധിയും ആവണം. ഇത് മാത്രമാണ് അപ്പനും അമ്മയ്ക്കും നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടാനുള്ളത്. ബാക്കി ടീച്ചറാവണോ എന്ത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഡോക്ടറാവണമെങ്കിൽ ഒരു വിശുദ്ധനായ ഡോക്ടറാവണം, ഒരു ടീച്ചറാവണമെങ്കിൽ ഒരു വിശുദ്ധയായ ടീച്ചറാവണം, ഒരു നേഴ്സാവണമെങ്കിൽ ഒരു വിശുദ്ധയായ നേഴ്സാവണം. അപ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കാൻ, ഒരു നിലപാടുകൾ എടുക്കാൻ നമ്മുടെ മക്കൾക്ക് പറ്റണമെങ്കിൽ, മദ്യവും കഞ്ചാവും മയക്കുമരുന്നൊക്കെ വരുമ്പോൾ നോ പറയാൻ പറ്റണമെങ്കിൽ നിത്യജീവനെ പറ്റിയുള്ളൊരു ബോധ്യം നമ്മുടെ മുമ്പിൽ വരണം, നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം എന്നുള്ളത്. അത് കുഞ്ഞിലേ കൊടുക്കണം. കുഞ്ഞിലേ നമ്മൾ സെർലക്കും എല്ലാം കൊടുക്കുന്നില്ലേ? അപ്പോൾ ഈശോയെ നമ്മൾ കൊടുക്കണം. പള്ളിയിൽ കുഞ്ഞു പിള്ളേരാണെങ്കിൽ പള്ളിയിലോട്ട് വരുമ്പോൾ അവർ ഓടിച്ചാടി നടക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് ആ കോൺസെൻട്രേഷൻ്റെ ടൈമിലെങ്കിലും അത് ഈശോയാണ്, ആ അപ്പം ഈശോയാണ്, ആ വീഞ്ഞ് ഈശോയുടെ തിരുരക്തമാണ്, അത് ഈശോയാണ്, കൈകൂപ്പി നിൽക്കണം എന്ന് പറഞ്ഞാൽ പിള്ളേർ കൈകൂപ്പി നിൽക്കും. അല്ലെങ്കിൽ നമ്മളിതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, ഈ പറയുന്ന പാമ്പ് കടിക്കണതും ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ദൈവം പറഞ്ഞു തരുന്നതാണ്. ആത്മാവിന് ഇത് യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ തീയുടെ പെയിനും പാമ്പ് കടിക്കണത് പോലെയൊക്കെ അനുഭവപ്പെടാൻ ദൈവം അനുവദിക്കുന്നതാണ്. അതിനർത്ഥം ഇത് ലിറ്ററലി എടുക്കണം എന്നല്ല എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സംഭവം, വിശുദ്ധ ബ്രിഡ്ജറ്റിൻ്റെ ഈ ഒരു സംഭവം ബ്രിഡ്ജറ്റിൻ്റെ കസിൻ കേട്ടിട്ട് ആ വ്യക്തി ചെയ്തത്, അവൾ വിധേയ പോലെ ലൗകികരമായി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ആ ലോകമോഹങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് സന്യാസ സഭയിൽ പോയിട്ട് ചേർന്നു എന്നാണ് പറയുന്നത് ഈ സംഭവം കേട്ടിട്ട്. അപ്പോൾ ഇതിനാണ് ദൈവം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എന്തിനാണ്? നമ്മളെ കാത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ആലിസ് ഫ്രാൻസിസ് ചേച്ചി നിങ്ങൾക്കറിയാമല്ലോ, യൂട്യൂബിൽ ശുദ്ധീകരണ അനുഭവങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് ഉണ്ടാകുന്ന വ്യക്തി. അപ്പോൾ ചേച്ചി പറഞ്ഞ സംഭവം ഞാൻ ഓർക്കണം. ഒരു 10-50 വയസ്സിനോട് അടുത്തുള്ള ഒരു ചേച്ചിയോട്, ഈ ചേച്ചി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആലിസ് ചേച്ചി പറഞ്ഞു, ഇങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ട് ഇങ്ങനെ ജോലി സ്ഥലത്ത് പോരുക, മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണയാവും, ഇത്രയും പ്രായമായില്ലേ. അവരത് കേട്ടില്ല. അങ്ങനെ ആ ലേഡി മരിച്ചു. ശുദ്ധീകരണ സ്ഥലത്തെത്തി. ആലിസ് ചേച്ചി കാണുന്നത് ഈ ചേച്ചിയുടെ ചുണ്ട് ഇങ്ങനെ കറുത്ത് കരിക്കട്ടയായിട്ടിരിക്കുന്നു. അതായത് ഏത് അവയവമാണോ നമ്മൾ പാപത്തിന് വേണ്ടി ഉപയോഗിച്ചത് അതിന് നമ്മൾ ആനുപാതികമായിട്ട് കുമ്പസാരിച്ച് പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ ആ അവയവത്തിന് പ്രത്യേക രീതിയിൽ പീഡനം ശുദ്ധീകരണ സ്ഥലത്ത് ഉണ്ടെന്നാണ്. അതാണ് ഇവിടെ നമ്മൾ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ കാണുന്നത്. അവളുടെ ഷോൾഡേഴ്സ് പുറം കാണിച്ചിട്ടായിരിക്കാം, ഷോൾഡേഴ്സൊക്കെ കാണുന്ന രീതിയിൽ ഉള്ള ഡ്രസ്സ് ധരിച്ചിട്ടായിരിക്കാം ഈ പെൺകുട്ടി ഒരു പക്ഷേ നടന്നിട്ടുണ്ടാവാം. അതൊക്കെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവിടെ വെച്ചിട്ട് വേദനിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ പെൺകുട്ടിയുടെ ആത്മാവ് പറയുന്നത്. അപ്പോൾ അവൾ കുറ്റപ്പെടുന്ന അവളുടെ അമ്മയാണ്. അമ്മ, നിങ്ങളാണ് എൻ്റെ അടുത്ത് നോ പറഞ്ഞില്ല, എൻ്റർടൈൻമെൻറ്റിന് ഞാൻ പോകുമ്പോൾ നോ പറഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ പറയുമ്പോൾ നമ്മൾ മക്കളെ പഠിപ്പിക്കണം, നിങ്ങൾക്ക് എന്തും ചെയ്യാം, പക്ഷേ പാപം ചെയ്യരുത്. എവിടെ പാപം വരുന്നോ അവിടെ നോ പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കണം എന്ന് പറയാനും ആ നോ പറയാനുള്ള ആർജവം നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാവണമെങ്കിൽ നിത്യജീവനെ പറ്റിയുള്ള ബോധ്യം നമ്മുടെ പിള്ളേർക്ക് വരണം. അത് ഞാൻ പറയാലോ, ഈ പറഞ്ഞു കൊടുത്ത് വരുന്നതിനേക്കാൾ ഉപരി നമ്മൾ കാണിച്ചു കൊടുത്തതിനാണ് വരിക. നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, നമ്മൾ കുർബാനയിൽ കൈകൂപ്പി നമ്മൾ നിന്ന് ഭക്തിയോടെ നിൽക്കുന്നോ, നിങ്ങളുടെ മക്കൾ ഒരു 100 പുസ്തകം പരിശുദ്ധ കുർബാനയെ പറ്റി വായിക്കുന്നതിനേക്കാൾ എഫക്റ്റ് ഉണ്ട് നിങ്ങൾ കൈകൂപ്പി നിന്നിട്ട് ഭക്തിയോട് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ. വേറെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലയെന്ന് ഞാൻ ഉറപ്പ് പറയും. അപ്പോൾ പറയുമ്പോഴവരെ പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.
Ave Maria, gracia plena, Dominus tecum, benedicta in mulieribus et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe Ore.